കുട്ടികൾക്ക് കഴിക്കാൻ പ്ലേറ്റുകളില്ലാതെ അവർ പേപ്പർ തുണ്ടുകളിൽ ഫുഡ് കഴിക്കുന്ന ഈ രംഗം BJP 20 വർഷത്തോളമായി തുടർച്ചയായി ഭരിക്കുന്ന മധ്യപ്രദേശിൽ നിന്നുള്ളതാണ്. അവിടെ ഈ കഴിഞ്ഞ റിപ്പബ്ലിക് ഡേക്ക് ഒരു സർക്കാർ സ്കൂളിലെ കാഴ്ചയാണിത്. ഒരു ദളിത് ക്രിസ്ത്യൻ പാസ്റ്ററെ കൊണ്ട് സംഘികൾ ചാണകം തീറ്റിക്കുന്ന ഈ കാഴ്ച ഈ വർഷം ആദ്യം BJP ഭരിക്കുന്ന ഒഡീഷയിൽ നിന്ന് പുറത്തു വന്നതാണ്. ഇത് മാത്രമല്ല, ക്രിസ്മസ് മാസ്കുകളും അലങ്കാരങ്ങളും വിൽക്കാൻ പോലും അനുവദിക്കാതെ ഈ ഹിന്ദുക്കളായ നാടോടി വ്യാപാരികളെ സംഘികൾ ഭീഷണിപ്പെടുത്തി ഓടിച്ചതും ഇതേ BJP ഭരിക്കുന്ന ഒഡീഷയിൽ തന്നെയായിരുന്നു. ഇനി സാക്ഷാൽ മോദിജിയുടെ ഗുജറാത്തിലെ അവസ്ഥ ഇപ്പോൾ ഏറ്റവും പുതിയതായി വന്ന ഈ വീഡിയോയിൽ കാണിക്കാം. ഗുണ്ടകളെ കണ്ടിട്ട് വണ്ടിയെടുത്തോടുന്ന ഈ മനുഷ്യൻ ഗുജറാത്തിലെ പോലീസുകാരനാണ്. മോദിജിയുടെ സ്വന്തം ഗുജറാത്തിൽ പോലീസ് ഗുണ്ടകളെ കണ്ട് ഓടുന്ന അവസ്ഥയാണ്. അവിടെ പോലീസിന് കാര്യമായി ഒന്നും ചെയ്യാനില്ല എന്നതിന്റെ തെളിവാണ് ഈ സംഭവം. हम सबको मार दो और बिल्डोजर आराम से चला लो हमारे ऊपर, हमारी भी कब्र खोद दो। यहाँ हमारे हत्या करने की समय आ गई है। हम अवैध हैं, तेरे माँ बाप का नहीं पता होगा, हमारे 7 पीढ़ियों का पता है, जाके पता कर। मरना मंजूर है पर खाली नहीं करेंगे यहाँ से। नोटिस पे नोटिस दे रही है। सुबह से माथा खराब कर दी है कल से। एक डायन होती है ना, वो भी 7 घर छोड़ती है। वो तो ये तो डायन से भी ज्यादा है, ये तो अपने को ही खा रही है। अरे कुछ तो बताओगे या हमारा घर तोड़ दोगे? कल परसों तो गले में हाथ डाल रही थी प्यार से वोट लेने के लिए, आज गला ही दबा रही है। ये बताओ ना, इतना बनाया मेहनत कर करके सबने पेट काट काट के कहाँ जाए बताओ ना, इतनी जनता कहाँ जाएगी? The first state in India to completely eliminate extreme poverty. Chief Minister Pinarayi Vijayan will officially announce this achievement, a moment that highlights years of people-focused governance and inclusive development. Kerala's achievement stands as a model for the nation, showing that with vision, compassion and strong policy action, a poverty-free future is not just a dream, but a reality. ഇനി നിങ്ങൾ തീരുമാനിക്കുക, ഈ BJP ഭരിക്കുന്ന ഗുജറാത്തും ഒഡീഷയും മധ്യപ്രദേശും പോലെ നമ്മുടെയൊക്കെ കേരളം ആകണോ? അത്ര ഗതികേടിലേക്ക് നമ്മൾ സ്വയം വീഴണോ? ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംസ്ഥാനം എന്ന പദവി കേരളം ഉപേക്ഷിക്കണോ?